നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കളമശ്ശേരിയിൽ ലോറിയുടെ പിന്നിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്? ഒപ്പം പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പരിക്കേറ്റവർ ആരോഗ്യനില ഗുരുതരമല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയട്ടെ. കളമശ്ശേരി HMT ജംഗ്ഷന് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടമുണ്ടായത്. ലോറിയുടെ ഈ ടയർ പഞ്ചറായതിനെ തുടർന്ന് അത് മാറ്റുന്നതിനിടയ്ക്കായിരുന്നു KSRTC ബസ് ലോറിക്ക് പിറകിൽ വന്ന് ഇടിച്ചത്. പുലർച്ചെ 3:30 മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. ഇതിൽ കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ അപകടത്തിൽ ലോറിയുടെ ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശിയായ രഘുനാഥൻ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എല്ലാവരും തന്നെ ബസ്സിലെ യാത്രക്കാരാണ്. ഇവരെ ആരും പരിക്കുകൾ ഗുരുതരമല്ല. ഇവര് ചിലരെ കിൻഡർ ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലുമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ അവിടെയുള്ള കളമശ്ശേരി മേൽപ്പാലത്തിന് താഴെ ആ സമീപത്തായിരുന്നു ലോറി നിർത്തിയിട്ടിരുന്നത്. വളരെ പുലർച്ചെ ആയതുകൊണ്ടും ഇത് ബസ് കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടുമാണ് നേരെ പിറകിൽ വന്ന് ഇടിച്ചത്. കാര്യമായ ഒരു പരിക്കുകൾ ആർക്കും തന്നെയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവരെ പരിക്കേറ്റവരെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരിയിൽ ലോറിയുടെ പിന്നിൽ KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാന ആക്രമണം. പ്രദേശത്ത് ഇറങ്ങിയ ചക്കക്കൊമ്പൻ ഏലത്തോട്ടം നശിപ്പിച്ചു. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. பிள்ளைக்கு ஃபீஸ் கட்ட முடியல. 50,000 நான் கட்டணும். இல்லை நீ காலேஜ் எங்கண்ணா சனிக்கிழமை வர்றோம். വിവരങ്ങളുമായി പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഈ ചക്കക്കൊമ്പന്റെ അടക്കമുള്ള കാട്ടാന ആക്രമണം അത് പതിവാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും. ഇപ്പോൾ ഏലത്തോട്ടത്തിൽ ചക്കക്കൊമ്പൻ കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. 3 ദിവസമായി ഇവിടെ ഈ ചക്കക്കൊമ്പൻ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്, അല്ലേ? വിജയം ഭാര്യ 3 ദിവസമായി ചക്കക്കൊമ്പൻ സാന്നിധ്യം ഈ തോണ്ടിമല മേഖലയിലുണ്ട്. 1.5 ഏക്കറോളം ഭൂമിയിൽ പൂർണ്ണമായും നശിപ്പിച്ചു. പ്രദേശവാസിയായ എത്രയും എന്ന വ്യക്തി പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൃഷിയാണ് നശിപ്പിച്ചത്. ബാങ്ക് വായ്പയൊക്കെ എടുത്താണ് കൃഷി നടത്തിക്കെടുത്തത്. ഇതോടെ കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും വായ്പയും തിരിച്ചടയ്ക്കാൻ വരാത്ത സാഹചര്യത്തിലാണ് കുടുംബം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചിരുന്നു. ഇതും കൃഷിയിടത്തിൽ കാർഷിക ജോലികളുടെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതായിരുന്നു. അപ്പം ഈ ചക്കക്കൊമ്പൻ 3 ദിവസമായി ഈ തോണ്ടിമല മേഖലയിലെ വിവിധ കാർഷിക മേഖലകളിലേക്ക് ഇറങ്ങുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒറ്റയാന്മാരുടെ ആക്രമണം തുടർച്ചയായി തന്നെ ചിന്നക്കണ ചന്ദൻപാറ പഞ്ചായത്തുകളിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അരിക്കൊമ്പന്റെയും ചക്കക്കൊമ്പൻ, മൊട്ടവാൾ തുടങ്ങിയ കാട്ടാനകൾ എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, തോട്ടം മേഖലയിലേക്ക് ഇറങ്ങുന്നതൊക്കെ അവസ്ഥയാണുള്ളത്. വനം വകുപ്പിന്റെ എന്തെങ്കിലും നടപടികൾ ഇതിനെതിരെ നടക്കുന്നുണ്ടോ?
ആര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘം മേഖലയിൽ പരിശോധന നടത്തുകയും അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കിൾ ഓഫീസർ ചീഫ് വൈൽഡ് ലൈഫ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതിന് തുടർന്ന് നടപടി ഉണ്ടായിട്ടില്ല. മേഖലയിൽ ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ആരെയെ പിടികൂടുമെന്നുള്ള ഉറപ്പുണ്ടായെങ്കിൽ പോലും പിന്നീടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം ചക്കക്കൊമ്പനെയും മുട്ടവാഴം പോലുള്ള ഒറ്റയന്മാരെ റേഡിയോ കോളുകൾ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായെങ്കിലും ഇതിനുമായിട്ടുള്ള തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശക്തി കൊല്ലപ്പെട്ട ഒരു ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് വനംവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു. തമിഴ്നാ സ്റ്റേറ്റിലെ റേഷൻ കടയ്ക്കും സമീപ സ്ഥലത്ത് ചുറ്റുമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും മൊത്തത്തിൽ ഏകദേശം 21.5 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിൽ തോട്ടം മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം ഒന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനുള്ള നടപടികളൊന്നും ഇതുവരെ കൃത്യമായി ആരംഭിച്ചിട്ടില്ല. ആര്യ, ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തിറങ്ങിയ ചക്കക്കൊമ്പൻ ഏലത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കാഞ്ഞങ്ങാട് നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സദസ്സ് നടത്തി. ജില്ലയിൽ 100 കേന്ദ്രങ്ങളിലാണ് സദസ്സ് നടത്തുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് MDMAയുമായി യുവാവ് പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായാണ് MDMA എത്തിച്ചത്. സംഭവത്തിൽ വേങ്ങൂർ മൂച്ചിക്കൽ സ്വദേശി മുഹമ്മദ് ജുനൈജിനെ അറസ്റ്റ് ചെയ്തു. വിതുര കല്ലാറിൽ 74 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. അംബേദ്കർ കോളനി സ്വദേശി ഉണ്ണിയാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്പൂണിത്തുറയിൽ മദ്യപിച്ച് വാഹനമോടിച്ച ബസ് ഡ്രൈവർമാർക്ക് പോലീസിന്റെ ഇമ്പോസിഷൻ. തിങ്കളാഴ്ച പുലർച്ചെ 5 മണി മുതൽ 9 മണി വരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഇൻസ്പെക്ടർ V. ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബസ് ഡ്രൈവർമാർ പിടിയിലായത്. പിടിയിലായ 16 ഡ്രൈവർമാരെ കൊണ്ട് 1000 തവണ ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന് ഇമ്പോസിഷൻ എഴുതിച്ച ശേഷമാണ് ജാമ്യത്തിൽ വിട്ടത്. മരട് നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും ദിവസങ്ങളായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിലിന്റെ നേതൃത്വത്തിൽ എറണാകുളം വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു. അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവിന്റെ ഓഫീസ് തൊഴിൽ ഭവനിലെ ലേബർ കമ്മീഷണറേറ്റിൽ ഉദ്ഘാടനം ചെയ്തു. കേരളവും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ ശതാബ്ദി നിറവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന തൊഴിൽ വകുപ്പും പ്ലാനിംഗ് ബോർഡും INLOയും ചേർന്ന് ഏപ്രിൽ 27, 28, 29 ദിവസങ്ങളിൽ തിരുവനന്തപുരത്താണ് അന്താരാഷ്ട്ര ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുക. മുണ്ടകയം വേലനിലത്ത് ചെക്ക് ഡാമിൽ യുവാവ് മുങ്ങി മരിച്ചു. ഇളങ്കാട് ടോപ്പ് സ്വദേശി ആശിഷ് മോഹനാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ചെക്ക് ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. കണ്ണൂർ വിഷൻ റിപ്പോർട്ടർ മനോജ് മയിൽ, ക്യാമറാമാൻ സനിൽ എന്നിവരെ ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു. കണ്ണൂർ വിഷൻ ക്യാമറ എറിഞ്ഞു തകർത്തു. കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനുമെതിരെ വാർത്ത നൽകുമോ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം. ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ ജീവൻ രക്ഷിക്കാൻ കേരള സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറം വനിതാ വിഭാഗമാണ് മാർച്ച് നടത്തിയത്. ബംഗളൂരുവിലേക്ക് കേരളം മെഡിക്കൽ സംഘത്തെ അയക്കണമെന്നും ആവശ്യപ്പെട്ടു. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ കാരണക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബഹുജൻ സമാജ്വാദി പാർട്ടി. ഭാര്യയുടെ പ്രസവത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ വിശ്വനാഥൻ മരണപ്പെട്ടത് ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്നാണ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബഹുജൻ സമാജ്വാദി പാർട്ടി സംസ്ഥാന കൺവീനർ രമേശ് നന്മണ്ട. ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ലേഖ ത്യാഗരാജനെ തെരഞ്ഞെടുത്തു. 8-നെതിരെ 14 വോട്ടുകൾക്കാണ് ലേഖ വിജയിച്ചത്.
മുന്നണി ധാരണ പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ലിസി ദേവസിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കാസർഗോഡ് ഉപജില്ല ശാസ്ത്ര സംഗമം ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച 120ഓളം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും. ഓൺലൈൻ സ്ഥലം മാറ്റങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, എല്ലാ കൃഷിഭവനുകളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജോയിന്റ് കൌൺസിലർ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ്. 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന് GST നഷ്ടപരിഹാരം ലഭിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി സംസ്ഥാന ധനമന്ത്രി. അടിസ്ഥാനരഹിതമായ ചോദ്യമാണ് NK പ്രേമചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതെന്നും ഇനി കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് 750 കോടി രൂപ മാത്രമാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ NK പ്രേമചന്ദ്രൻ എക്സ്പെൻഡിച്ചർ റിവ്യൂ റിപ്പോർട്ട് സഭയിൽ വയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം. IGSTയിൽ കേരളത്തിന് എത്ര രൂപ നഷ്ടമുണ്ടായെന്നും ചോദ്യം. GST വിഹിതത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല പാർലമെന്റിൽ ചോദ്യം ചോദിച്ചതെന്നും ബാലഗോപാൽ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ. ഗതാഗത മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും. KM ഷാജഹാനെതിരായ കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ജഡ്ജിയെ യൂട്യൂബ് ചാനൽ വഴി അധിക്ഷേപിച്ചതിനെതിരെയാണ് കേസ്. അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരായ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അധിക്ഷേപം. വിഷയത്തിൽ ഷാജഹാനെതിരെ കോടതി കേസെടുക്കുകയായിരുന്നു. ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ നൽകിയ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോഴ ആരോപണത്തിൽ തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജസ്റ്റിസ് കൌസർ എടവക്കത്താണ് ഹർജി പരിഗണിക്കുക. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധ ചികിത്സ ബംഗളൂരുവിൽ ആരംഭിച്ചതായി കുടുംബം. ഹെൽത്ത് കെയർ ഗ്ലോബൽ ആശുപത്രിയിലാണ് തൊണ്ടയിലെ അർബുദ രോഗത്തിന് ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ശരീരം മരുന്നുകളോട് മികച്ച രീതിയിൽ പ്രതികരിക്കുന്നതായും ഡോക്ടർമാർ കുടുംബാംഗങ്ങളെ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ സംസ്ഥാനത്ത് മാതൃകയാവുകയാണ് മലപ്പുറം പോലീസിന്റെ കരിപ്പൂർ വിമാനത്താവളത്തിലെ നിരീക്ഷണ സംവിധാനം. ഇതിനകം 100 കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് 81.812 കിലോ സ്വർണവും പിടികൂടി. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ മൂല്യം 42 കോടി രൂപയിൽ ഏറെ വരും. കർഷകരെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഇടത് സർക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച 1 കിലോ നെല്ലിന് 1 രൂപ വർധനവ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറിയ ശേഷം കർഷകർക്ക് നൽകിയിട്ടില്ല. 1 രൂപ വർദ്ധിപ്പിച്ചതിന്റെ മറവിൽ തൊഴിലാളി സംഘടനകൾ 3 തവണയാണ് കൂലി വർദ്ധിപ്പിച്ചത്. ഫലത്തിൽ വർദ്ധിപ്പിച്ച 1 രൂപ കർഷകന് കിട്ടിയില്ലെന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് ഇരട്ടി കൂലി എന്ന അധിക ഭാരം മേൽ സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണെന്നും കർഷകർ പറയും. നിലമ്പൂർ നെടുങ്കയം ഡിപ്പോയിലെ തേക്ക് തടി ലേലത്തിൽ വിറ്റുപോയത് റെക്കോർഡ് വിലയ്ക്ക്. ഒറ്റത്തടിക്ക് നികുതി ഉൾപ്പെടെ ലഭിച്ചത് 22 ലക്ഷം രൂപ. തിരുവനന്തപുരം വൃന്ദാവൻ ടിമ്പേഴ്സ് ഉടമ ഡോക്ടർ അജീഷാണ് തടി സ്വന്തമാക്കിയത്. 1909 ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ചതും നെടുങ്കയം ഡിപ്പോ പരിസരത്ത് നിന്നിരുന്നതുമായതാണ് ഈ തേക്ക്. സാമ്പത്തിക സാക്ഷരതാ വാരത്തിന് തുടക്കമിട്ട് RBI. ശരിയായ സാമ്പത്തികം ജീവിതം സുരക്ഷിതം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സാമ്പത്തിക സാക്ഷരതാ വാരം RBI സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂൾ, കണ്ണൂർ സ്പോർട്സ് സ്കൂൾ, തൃശൂർ സ്പോർട്സ് ഡിവിഷൻ എന്നിവിടങ്ങളിലേക്കുള്ള കൊല്ലം ജില്ലയിലെ സെലക്ഷൻ ട്രയൽസ് നാളെ നടക്കും.
കൊല്ലം LBS മുനിസിപ്പൽ സ്റ്റേഡിയം, അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് എന്നിവിടങ്ങളിലാണ് ട്രയൽസ് സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ ട്രയൽസ് ആരംഭിക്കും. ജില്ലാ അടിസ്ഥാനത്തിലല്ല ട്രയൽസ് സംഘടിപ്പിക്കുന്നത്. ഏത് ജില്ലക്കാരായ വിദ്യാർത്ഥികൾക്കും ട്രയൽസിൽ പങ്കെടുക്കാം. 6 മുതൽ 11 വരെയുള്ള ക്ലാസുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ട്രയൽസ് നടത്തുന്നത്. 9, 10 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സംസ്ഥാന തലത്തിൽ മെഡൽ നേടിയവർക്ക് മാത്രമാണ് പ്രവേശനം. കോട്ടയം ഏറ്റുമാനൂർ അടച്ചിറയിൽ നിയന്ത്രണം നഷ്ടമായ ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. പത്തനംതിട്ട കുമ്പനാട് വെള്ളിക്കര സ്വദേശി ഭരത്താണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. അന്തർദേശീയ കോണ്ടം ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ബോധവൽക്കരണ പരിപാടി. എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് തലസ്ഥാന നഗരിയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ സെമിനാറും കലാപരിപാടികളും സംഘടിപ്പിച്ചത്. മ്യൂസിക്കൽ ഷോയ്ക്കിടെ കൊച്ചു പെൺകുട്ടി സ്റ്റേജ് കീഴടക്കിയ ദൃശ്യങ്ങൾ കാണാമിനി. ഇടുക്കി കട്ടപ്പന ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന മ്യൂസിക്കൽ ഷോയ്ക്കിടെയാണ് പെൺകുട്ടി വേദിയിലെത്തിയത്. കാണികളും നിറഞ്ഞ കയ്യടിയോടെയാണ് മിടുക്കിയെ പ്രോത്സാഹിപ്പിച്ചത്. അജ്മൽ നവാസാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.